എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഗുണങ്ങളുള്ള ഒരു അടിപൊളി ഓട്സ് സ്മൂത്തിയുടെ റെസിപ്പി നോക്കാം. നമ്മളിതിൽ പല ഇൻഗ്രീഡിയൻസും ചേർക്കുന്നുണ്ട്. ഈ ഒരു സ്മൂത്തി വെയിറ്റ് ലോസിനും അതുപോലെ തന്നെ മുടി വളരാനും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫുഡ് കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്മൂത്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്മൂത്തിക്ക് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ ഓട്സാണ് എടുത്തിട്ടുള്ളത്. റോൾഡ് ഓട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് ഓട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി അല്ലാത്ത ഓട്സ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിടി ചീരയാണ് ചേർക്കുന്നത്. ചീര ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ബേബി സ്പിനാഷാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കയ്പില്ലാത്ത ചീര ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ചീര മുടി വളരാനായിട്ട് വളരെ നല്ലതാണ്. ആഴ്ചയിൽ ഒരു 3 ദിവസങ്ങളിൽ നമ്മൾ ഇലക്കറികൾ കഴിക്കണം. ഈ ചീര ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ മധുരത്തിനായിട്ട് ചേർക്കുന്നത് ഈന്തപ്പഴവും പഴവുമാണ്. ഈന്തപ്പഴം വളരെ നല്ലതാണ്. ഒത്തിരി അയൺ കണ്ടൻ്റ് ഉള്ളതാണ്. മുടി വളരാനും ഒക്കെ നല്ലതാണ് ഈന്തപ്പഴം. ഒരു 3 എണ്ണം കുരുവളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അധികം പഴുക്കാത്ത ഒരു പഴം അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് പഴുത്താൽ ഒരുപാട് മധുരം ഉണ്ടാവും. അപ്പം പഴം അല്ലാന്നുണ്ടെങ്കിൽ ഏത്തക്ക ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. പഴം വളരെ നല്ലതാണ്. പ്രോട്ടീനാണ്. മുടി വളരാനൊക്കെ നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നല്ല കട്ടത്തൈര്. കട്ടത്തൈര് എന്ന് പറയുമ്പോൾ ഒരു 3 ടീസ്പൂണാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം എപ്പോഴും തണുത്തിരിക്കുമ്പോഴാണ് മുടിക്കൊക്കെ വളരാനായിട്ട് നല്ലൊരു ഇത് കിട്ടുക. അപ്പോൾ നമ്മൾ എപ്പോഴും തൈര് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഞാനിവിടെ 3 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ സ്മൂത്തി അടിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ ഹെയർ കെയറിന് വേണ്ടിയിട്ട് ഒരുപാട് യൂട്യൂബ് ചാനൽസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ശ്രുതീസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അടിപൊളി ചാനലാണ്. ആ ഒരു ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അവിടെ ഫുഡിനും അതുപോലെ തന്നെ ഹെയർ കെയറിനും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ചാനലായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് നല്ലതാണ് അവിടുത്തെ ടിപ്സും അതുപോലെ തന്നെ ഫുഡിൻ്റെ രീതിയൊക്കെ. അപ്പോൾ ആ ഒരു രീതി വെച്ചിട്ട് ഞാൻ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഇത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എള്ളാണ്. കറുത്ത എള്ള്, വെളുത്ത എള്ളല്ല, കറുത്ത എള്ള് തന്നെ വേണം. നമ്മൾ ദിവസവും 1 ടീസ്പൂൺ എള്ളെങ്കിലും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. വളരെ നല്ലതാണ് മുടിക്കും അതുപോലെ തന്നെ മുടി കറക്കാനും ഒക്കെ നല്ലതാണ് കറുത്ത എള്ള്. ഇത് ഞാൻ 2 പേർക്കുള്ള ഒരു സ്മൂത്തിയാണ്. ഞങ്ങൾ 2 പേര് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്മൂത്തിയാണ്. അതുകൊണ്ടാണ് 2 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ മതി. പിന്നെ മറ്റൊന്നാണ് ഫ്ലാക്സ് സീഡ്സ്. ഫ്ലാക്സ് സീഡ്സ് ഇപ്പോൾ നാട്ടിലൊക്കെ ഈസിലി അവൈലബിൾ ആണ്. അപ്പം അതും 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി. ഫ്ലാക്സ് സീഡ്സും അതുപോലെ തന്നെ കറുത്ത എള്ളും. ഇനി നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത്രയാണ് ചേർക്കുന്നത്. ബാക്കി എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറയാം. ഇതിലേക്ക് അധികം ഫാറ്റില്ലാത്ത കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ അല്ലാന്നുണ്ടെങ്കിൽ ബദാം മിൽക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ബദാം, വാൾനട്ട് അതുപോലെ തന്നെ അതൊക്കെ ഗുണങ്ങളുള്ളതാണ്. ബദാം തൊലി കളഞ്ഞ് കുതിർത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോ ദിവസം മാറി മാറി നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ഫ്ലാക്സ് സീഡ്സും അതുപോലെ തന്നെ എള്ളും ചീരയും കഴിവതും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ്. നല്ല മധുരവും നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. ഇത് കുടിച്ചാൽ വിശക്കത്തൊന്നുമില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫില്ലിംഗ് ആയിട്ടുള്ള സ്മൂത്തിയാണ്. ഒരുപാട് നേരം നിങ്ങൾക്ക് വിശക്കാതെ ഇരിക്കും. നല്ല ഹെൽത്തിയുമാണ്. നോ ആഡഡ് ഷുഗറാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്